നമസ്കാരം. കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ നടത്തിയ വിദേശയാത്രകൾ, അതായത് 2016 ഒന്നാം പിണറായി സർക്കാർ മുതൽ 2026 രണ്ടാം പിണറായി സർക്കാർ വരെ നടത്തിയ 10 വർഷം നടത്തിയ വിദേശയാത്രകൾ നമ്മുടെ സംസ്ഥാനത്തിന് വല്ല നേട്ടവും ലഭിച്ചോ? അങ്ങനെ വല്ലതും കിട്ടിയതായി എവിടെയെങ്കിലും പറഞ്ഞതായി, ആരെങ്കിലും പറഞ്ഞതായി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്നും രണ്ടുമല്ല കോടികൾ ചെലവാക്കിയാണ് ഈ വിദേശയാത്രകളൊക്കെ നടത്തിയത്. അന്നൊക്കെ പറഞ്ഞു കേട്ടത് വികസനം, നിക്ഷേപം, പ്രവാസി ബന്ധം എന്നൊക്കെയാണ്. അതിൻ്റെ ഫലം എവിടെയെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. സർക്കാർ പറയുന്നത് വിദേശ നിക്ഷേപം, പ്രവാസി ബന്ധം, ടൂറിസ പ്രോത്സാഹനം എന്നൊക്കെയായിരുന്നു. മാത്രമല്ല സ്റ്റഡി ടൂറും കേട്ടു. നെതർലാൻഡ്സ്, ജപ്പാൻ, യൂറോപ്പ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹെൽത്ത് കോർപ്പറേഷൻ, അങ്ങനെ വമ്പൻ പ്ലാനുകളായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് ഇതേക്കുറിച്ച് കേരള സമൂഹത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ആര് മറുപടി പറയും? എന്തുമാത്രം പണമാണ് വിദേശയാത്രകൾക്ക് ചെലവിട്ടത്? പണം പോയി, ഫലം എവിടെ? ഈ പ്രോജക്റ്റുകൾ എവിടെ? നിക്ഷേപ ചർച്ചകൾ ഉണ്ടായി എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ MOU ഒപ്പുവെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പലതും പേപ്പറിൽ ഒതുങ്ങിയോ? അതോ ഇപ്പോഴും ലൈവാണോ? സ്റ്റഡി ടൂർ എന്നൊക്കെ പറഞ്ഞത് ആ നിലയിൽ യൂറോപ്പ്, നെതർലാൻഡ്, ജപ്പാൻ വിസിറ്റൊക്കെ നടത്തി. എന്നിട്ട് എന്ത് പഠിച്ചു? പഠിച്ചതിലെന്ത് നടപ്പാക്കി? കടബാധ്യത ഉയർന്നിട്ടും തൊഴിലില്ലായ്മ പ്രശ്നം രൂക്ഷമായിരുന്നിട്ടും എന്തിനായിരുന്നു മന്ത്രിമാരും ഉദ്യോഗസ്ഥരും നടത്തിയ ഈ വിദേശയാത്രകൾ? ആർക്കു വേണ്ടിയാണ്? എന്തെങ്കിലും വികസനം ഇതുകൊണ്ടുണ്ടായി? പൊതുഖജനാവിലെ കോടികൾ ചെലവാക്കി കുറച്ച് ഉദ്യോഗസ്ഥരെ വിദേശ രാജ്യങ്ങൾ കാണിച്ചു. കൂടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളും ആ വിദേശ രാജ്യങ്ങളൊക്കെ കണ്ടു. ചുരുക്കത്തിൽ ഒരു ഉല്ലാസയാത്ര. പുതിയ ഗവൺമെന്റ് ഈ വിദേശയാത്രകളുടെ ഡീറ്റെയിൽസ് വന്നെടുക്കുകയും നേട്ടങ്ങൾ പഠിക്കുകയും നഷ്ടങ്ങൾ ആ യാത്രകൾ നടത്തിയവരുടെ അക്കൗണ്ടിൽ നിന്ന് ഈടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരു പുതിയ ജനാധിപത്യം പുലരും. വരുന്ന ആളുകളിലെ ഓരോ സർക്കാരും ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ആർഭാടം നടത്താതിരിക്കാൻ അതൊരു പ്രേരണയും പ്രചോദനവുമാകും. പൊതുഖജനാവ് ദൂർത്തടിക്കാൻ അല്പം പേടി തോന്നും. കൈകൊള്ളുമെന്ന് ബോധ്യമുണ്ടായാൽ ആരൊക്കെ നിർബന്ധിച്ചാലും കൈയിട്ട് വാരില്ല. അല്പം പേടിക്കും.